ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എല്ലാം ബ്രൈറ്റ് ആയിരിക്കണം. ഓക്കേ മാഡം. ഫ്ലവർ ഡെക്കറേഷൻസ് എവിടെ? ഓൺ ദ വേ മാഡം. എല്ലാം തന്നെ വളരെ മനോഹരമായിരിക്കും. വരുന്നവരാരും ഒരു കുറ്റം പറയരുത്. ഓക്കേ. ഗുഡ് മോർണിംഗ് അരുണിമ. ഗുഡ് മോർണിംഗ്. ഹലോ ജയദേവൻ നന്ദൻ സാറേ. പറഞ്ഞോളൂ അരുണിമ മാലിനി മാഡം. ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചോ? അത് അരുണിമേ, ആദ്യം ഞാൻ പിന്നെ ടാബ്ലറ്റ്സ് കഴിച്ചോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ടാബ്ലറ്റ്സോ? ടാബ്ലറ്റ്സ് അല്ലേ, അത് ഞാൻ എപ്പോഴേ കഴിച്ചു. സത്യം പറഞ്ഞേ. കള്ളം പറഞ്ഞ അരുണിമ സമ്മതിക്കോ? ടാബ്ലറ്റ്സ് കഴിച്ചില്ല എന്നെ തല്ലിക്കൊല്ലില്ലേ, അതുകൊണ്ടാ നേരത്തെ കഴിച്ചേ. എന്നാലേ ദാ എന്റെ മുഖത്ത് നോക്കി പറ. ആ, നിന്റെ മുഖത്ത് തന്നെയല്ലേ നോക്കുന്നേ. അങ്ങനെ നോക്കലേ അരുണിമേ. വേണമെങ്കിൽ അമ്മയോട് ചോദിച്ചു നോക്കേ. സഞ്ജനയാ ടാബ്ലറ്റ്സ് കൊണ്ടു തന്നെ. അമ്മ വാട്ടർ കൊണ്ടുവന്നു. വിവേകപ്പോ അവനൊന്നും ചെയ്തില്ലായിരിക്കും. അവൻ ഞാൻ ടാബ്ലറ്റ്സ് കഴിച്ച ശേഷം തൊണ്ടയിൽ കുരുങ്ങാതെ അത് താഴോട്ട് ഇറങ്ങി പോകാൻ എനിക്ക് തിരുമ്മി തന്നു. എന്നെയും പിടിച്ചകത്തിട്ടല്ലേ. ആ സത്യാരണമേ, ജയദേവൻ ടാബ്ലറ്റ് കഴിച്ചു. ഞാൻ തന്നെയാ കൊടുത്തത്. പറയടി. ആ സത്യമല്ലേ വെല്ലിച്ചൻ പറയുന്നത് സത്യ. മാധവൻ ഇങ്ങ് വന്നേ. മാഡം, കുറച്ചു നേരം മുമ്പ് നീ സാറിന് ടാബ്ലറ്റ്സ് കൊടുത്തപ്പോ എന്താ പറഞ്ഞു? സാർ എന്നോട് വേണ്ടാന്ന് പറഞ്ഞു മാഡം. മാധവൻ ടാബ്ലറ്റ്സ് തന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞത് എന്തിനാ? മാധവനല്ലേ നിങ്ങൾക്ക് എന്നും തരാറ്. അമ്മ എപ്പോഴാണാവോ നിങ്ങൾക്ക് ടാബ്ലറ്റ്സ് കൊണ്ടുതന്നത്? ആ, സഞ്ജന വോട്ടർ തന്നു അല്ലേ? വിവേക് തൊണ്ട അങ്ങനെ തിരുമ്മി കൊടുത്തില്ലമ്മേ. ഷട്ട് അപ്പ്, സ്റ്റുപ്പിഡ് ഫെലോ. എന്താ അമ്മ ഇത്? മോന് ടാബ്ലറ്റ്സ് കൊടുത്തുന്ന് അമ്മ എന്നോട് നുണ പറയാൻ തുടങ്ങിയല്ലേ? അങ്ങനല്ല അരുണിമേ, ഈ നുണ ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല മോളെ. അവൻ പെട്ടെന്ന് ഞങ്ങളുടെ പേര് പറഞ്ഞപ്പോ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അങ്ങനല്ലേടാ? അതെ 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 വല്യമ്മേ. സോറി വല്യമ്മേ. ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യാ? അരുണിമേ പ്ലീസ്, നീ ഒന്ന് അടങ്ങ്. ഞാൻ ഇപ്പൊ തന്നെ ടാബ്ലറ്റ്സ് കഴിച്ചോളാം. സമാധാനായോ? വല്യമ്മ പറഞ്ഞ വേദവാക്ക, അതിന് പിന്നെ എതിർവാക്കില്ല. സതീദേവിയും മഹാദേവനും പോലെ അനുസരിക്കാതെ തരവില്ല. നുണ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെത്ര കാലമായിട്ട് ഞങ്ങൾക്കറിയാം. ഇനി ഇതൊന്നും ഞാൻ ആവർത്തിക്കില്ലേ. മാഡം, കഴിഞ്ഞ ദിവസം മിഥുൻ സാറിന്റെ കാർ ഡാമേജ് ആയിരുന്നു. റിപ്പയർ ചെയ്യിച്ചിട്ടുണ്ട്. അതിന്റെ ബില്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. ബില്ല് 5 ലക്ഷമാണ് മാഡം. 5 ലക്ഷത്തിന്റെ റിപ്പയർ വർക്കോ? 20,000 ഡിസ്കൗണ്ട് ഉണ്ട് മാഡം. കോശല്ലട ഫൂൾ. ഇപ്പൊ പ്രശ്നം 5 ലക്ഷത്തിന്റെ ബില്ല് വരാൻ മാത്രം എന്ത് ഡാമേജ് അവൻ കാറിനുണ്ടാക്കിയത്? അന്ന് മേഘന മാഡവും മിഥുൻ സാറും കൂടി ഇപ്പൊ വണ്ടി ആക്സിഡന്റ് ആയതാ. ഡ്രൈവർ ജഗദീഷ് ഫ്രണ്ട്സുമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്തതാണ് മാഡം. മിഥുൻ, എന്തേ മുറിവ്? അത് എവിടെ വെച്ചെന്ന് തട്ടിയതാ. നിങ്ങൾ ഡേറ്റിങ്ങിന് പോയപ്പോ അവിടെ എന്തോ സംഭവിച്ചു.
മേഘനെ നീ പറയ, എന്താ അവിടെ സംഭവിച്ചേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല അമ്മേ. ഡ്രൈവർ മിഥുനെ അറ്റാക്ക് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? ഞാനെന്നാ പൊയ്ക്കോട്ടെ സാറേ. ഇത്രയും നടന്നിട്ട് മിഥുൻ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? മിഥുൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. മിഥുനും മേഘനയും പോകുമ്പോഴേ ഇൻസിഡന്റ് നടന്നതെങ്കിൽ അത് അവനും പറഞ്ഞില്ല, മേഘനയും എന്നോട് പറഞ്ഞില്ല. ചെറിയ കാര്യമില്ലെന്ന് കരുതി പറയാതെ വിട്ടതായിരിക്കും വല്യമ്മേ. ഇതാണോടെ ചെറിയ കാര്യം? ഒരു കൊച്ചു കാര്യം പോലും ഒളിപ്പിക്കാത്തവനാ. ഇതിനെ കുറിച്ച് ഒരു വാക്കു പോലും പറഞ്ഞില്ല. അവന്റെ കാര്യം പോട്ടെ, അവനെ സംബന്ധിക്കുന്ന ഒരു കാര്യവും എന്റെ അടുത്ത് നിന്ന് ഒളിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടും ആ മേഘനയും സത്യം ഒളിപ്പിച്ചു കളഞ്ഞു. അവൾ എന്നോട് നുണ പറഞ്ഞു. അരുണിമേ, ജീവിതത്തിൽ ആദ്യമായിട്ട് അവനൊരു കാര്യം എന്നോട് മറയ്ക്കുന്നത്. അന്ന് എന്താ സംഭവിച്ചെന്ന് എത്ര വട്ടം ഞാൻ ചോദിച്ചതാ, എന്നിട്ടും അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും അരുണിമേ, നീ അത് വിട്ടുകളാ. എങ്ങനെ വിട്ടുകളയണോന്നാ? കല്യാണത്തിന് മുമ്പേ അവന്റെ കാര്യത്തിൽ ഇങ്ങനെ നുണ പറഞ്ഞോ പിന്നെ കല്യാണം കഴിഞ്ഞ എന്താവും? ഇങ്ങനെ നുണ പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഈ വീട്ടിലെ മരുമകളാകാൻ യോഗ്യതയുണ്ടോന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം എനിക്ക്. ചേച്ചി ഇനി എത്ര നേരമാവും? ചേച്ചി ഉണ്ടാക്കുന്ന സ്വീറ്റ് കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും വെയിറ്റിംഗാ. പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാ. നിതിനെ, നീ ഇങ്ങനെ തിരക്ക് പിടിക്കല്ലേ, കുറച്ച് കാത്തിരിക്ക്. എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി, എനിക്ക് വിശക്കുന്നു. ശരി ചേച്ചി, ചേച്ചി ഉണ്ടാക്കുന്ന സ്വീറ്റിന്റെ മണം കാരണം എന്റെ നാവില് കപ്പലോടുന്നുണ്ട്. പാവം, പിന്നെ നിതിൻ എങ്ങനെ സഹിക്കാനാ? ഇപ്പൊ തീരും. അടിപൊളി. എന്താ ഒരു ആഘോഷം! ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് ആന്ന് പറഞ്ഞു നിനക്ക് വേണ്ടി നീ തന്നെ സ്വീറ്റ് ഉണ്ടാക്കി ആഘോഷിക്കുന്നു. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ശാലിനി, വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ ഉണ്ടാക്കിയതാ. മൂന്നെണ്ണത്തിന്റെ മുഖത്ത് എന്തൊരു തിളക്കാന്ന് നോക്കണേ. എനിക്കെല്ലാം മനസ്സിലാവും. നിങ്ങളുടെ സന്തോഷത്തിന്റെ പ്രതീകമായിരിക്കും ഇത്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന മഹാഭാഗ്യം അടിച്ചു മാറ്റിയതും പോരാഞ്ഞിട്ട് അതിന്റെ പേരിലുള്ള ഈ ആഘോഷം ഒത്തിരി നാളുണ്ടാവില്ല. അയ്യോ, നീ തെറ്റിദ്ധരിച്ചിരിക്കുക ശാലിനി. ചേച്ചി, ചേച്ചി അതൊന്ന് ചെവി കൊള്ളല്ലേ, പെട്ടെന്ന് സ്വീറ്റ് ഉണ്ടാക്കി താ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതൊന്നല്ല, ഞാൻ മോഹിച്ച വ്യക്തിയെ നീ എന്നിൽ നിന്ന് കവർന്നെടുത്തതാ. എല്ലാവരുടെയും തലയിൽ ദൈവം ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അല്ല, ഞാനേ സ്വീറ്റ് കഴിക്കുന്ന കാര്യം പറഞ്ഞതാ. ചേച്ചി, ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? ഫസ്റ്റ് ടൈം മിഥുനേട്ടന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ചേച്ചിക്ക് കറക്റ്റ് മാച്ച് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നിട്ടിപ്പോ അത് തന്നെ നടന്നിരിക്കുന്നു. ഇനിയേ അവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം എന്റെ അമ്മോ, അത് വീടല്ല, രാജകൊട്ടാരത്തെക്കാളും വലുതാ. ചാരു, ആ വീട്ടിലുള്ള ഒരു കിച്ചൺ നമ്മുടെ വീടിനേക്കാളും വലുതാ. 3-4 ദിവസം കൂടി കഴിഞ്ഞ് ചേച്ചി ആ വീട്ടിലെ മഹാറാണിയെ പോലെ നടക്കുമ്പോ ആഹാ, അത് ഓർക്കുമ്പോ തന്നെ കോരി തരിക്കുന്നു. ചാരു,
നിന്റെ നിൽക്കാനല്ലേ പറഞ്ഞേ? എന്റെ മേഘനേച്ചിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇത്രയും നാള് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ദേ ഇപ്പൊ നിറവേറാൻ പോവാ. നിന്റെയൊക്കെ ഭാഗ്യാന്ന് പറഞ്ഞാ മതിയല്ലോ. അവളുടെയൊക്കെ ഒരു സ്വപ്നം. ശാലിനി, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അവക്ക് വിഷമായി കാണില്ലേ? ആ ഒന്നുമില്ല ചേച്ചി. ചേച്ചി ആ സ്വീറ്റിങ് എടുക്ക് പെട്ടെന്ന്. ചെല്ല്. ആ ചേച്ചി. ഇവളെന്റെ ജീവൻ എടുക്കാൻ ജനിച്ച യക്ഷിയാ. ആരാ നീ? ഞാനാ ജഗദീഷ്. നീ എന്താടാ തലയെ മൂടി പൊതിച്ചോണ്ട് ഇങ്ങോട്ട് എന്തിനാ വന്നേ? എന്ത് പറയാനാ, നീ വന്ന് എരിവ് കയറ്റിയോണ്ട് ഞാൻ ചെന്നാ മിഥുനെ അറ്റാക്ക് ചെയ്തു. ഇപ്പതേ പോലീസുകാരല്ലേ എന്നെയും തപ്പി നടക്കുക. അതുകൊണ്ടാ ഇങ്ങനെ കള്ളനെ പോലെ മൂടി പൊതിച്ച് നടക്കുന്നത്. എന്നിട്ട് എന്താ കാര്യം? അത്രയും വലിയ കൊട്ടേഷൻ തന്നിട്ട് നിന്നെ കൊണ്ടുവല്ല നടന്നോ? ഛേ, ഒന്നിനും കൊള്ളാത്തവൻ. ഞാൻ മാക്സിമം ട്രൈ ചെയ്തതാ. പക്ഷെ മേഘന പ്രേതം കയറി പോലെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. അയ്യാ പോടാ. ശാലിനി, അതിരിക്കട്ടെ, മേഘന എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കാൻ? അടുത്ത് തന്നെ അവള് കല്യാണം കഴിച്ചു പോകും, നിന്റെ ബോസ് മിഥുന്റെ ഭാര്യയായിട്ട്. നീ എന്താ ശാലിനി പറയുന്നത്? ഇന്ന് അവളുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോവാ. ഏത് സാരി ഉടുക്കും, എത്ര ആഭരണം ഇടണം എന്നൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുക. ശാലിനി, എന്നോട് അങ്ങനെ പറയരുത്. എന്നെ കളഞ്ഞിട്ട് അവള് മിഥുനെ കല്യാണം കഴിക്കാൻ പോകുന്നോ? ഇതുവരെ പറഞ്ഞത് ഞാൻ മലയാളത്തിൽ തന്നെയല്ലേടാ. ഓൾറെഡി നിന്റെ മേഘന ആ മിഥുന്റേതായി കഴിഞ്ഞിരിക്കുക. ഇന്നലെ മിഥുന്റെ ബർത്ത്ഡേക്ക് അവള് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. രണ്ടുപേരുടെയും കല്യാണം നിശ്ചയിച്ചു. മതിയോടാ? സമ്മതിക്കില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ നിശ്ചയം നടത്തിക്കില്ല. എന്റെ മേഘന എവിടെ? മേഘന എവിടെയെന്ന്? അരുന്ധതി, ഞാനിത് നിശ്ചയത്തിനിട്ടാ നന്നായിരിക്കുമോ? എടാ ജഗ്ഗു, മിഥുന്റെ അച്ഛനമ്മയാണല്ലോ വരുന്നത്. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഞാനും നിന്നെ പോലെ ഇവിടെ നിൽക്കുവല്ലടാ. ഇനിയിപ്പോ എങ്ങനാ? എന്താ ചെയ്യണ്ടേ? തൽക്കാലം നീ ഇവിടെയുള്ളവരുടെ കണ്ണിൽ പെടാതെ ഒന്ന് മാറി നിൽക്ക്. പോയിക്കോ, പോയി എവിടെയെങ്കിലും ഒളിക്കേ. നമസ്കാരം. നമസ്കാരം സാറേ, വരൂ, ഇരിക്കൂ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. കുറച്ചു നേരത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നിങ്ങളിങ്ങോട്ട്. ഇന്ന് നിശ്ചയിച്ച ചടങ്ങിന്റെ പേരിൽ ആരും അങ്ങോട്ട് വരേണ്ടതായിട്ടില്ല. എന്തു പറ്റി? കാര്യം എന്താ? മുഹൂർത്തത്തിന്റെ ഡേറ്റ് വല്ലതും മാറ്റിയതാണോ ആന്റി? ഈ നിശ്ചയം ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കാം. അതെന്താ? എന്താ കാരണം? അരുണിമ മാലിനിയുടെ മരുമകൾക്ക് സംസ്കാരം ഉണ്ടായിരിക്കണം. അങ്ങേയറ്റ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം പുറമെ നന്ദൻ ഫാമിലിയുടെ മരുമകളുടെ പര്യായം വിശ്വാസമായിരിക്കണം. ആ വിശ്വാസ്യത മേഘന തകർത്ത് തരിപ്പണാക്കി.
ഞാൻ എന്ത് ചെയ്തെന്ന ആന്റി? എന്റെ മരുമകളാകുന്നവൾക്ക് പണവും പ്രശസ്തിയും ഇല്ലെങ്കിലും സത്യസന്ധത ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ. എന്റെ മകന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് കുടുംബ മഹിമയേക്കാൾ തിരിച്ചറിവാണ് ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ അതൊന്നും നിന്നിലില്ലെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് എന്റെ ജോലിയല്ല. ഇനി വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അതിൽ എനിക്ക് താല്പര്യമില്ല. ആന്റി, അങ്ങനെ എന്താ സംഭവിച്ചത്? ഞാൻ എന്ത് തെറ്റാ ആന്റി ചെയ്തത്? ആന്റി ഇത്രയ്ക്കും ദേഷ്യപ്പെടാനും മാത്രം എന്താ ഉണ്ടായത്? സത്യം നീ ഒളിപ്പിച്ചു. എന്റെ മോൻ ജനിച്ചപ്പോ തൊട്ട് ഈ നിമിഷം വരെ അവന്റെ അമ്മയോട് അവനൊരു നിസ്സാര കാര്യം പോലും ഒളിപ്പിച്ചിട്ടില്ല. മിഥുന്റെ മനസ്സിൽ ഇന്നുവരെ ഒരു കള്ളത്തരം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവൻ നീ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് 24 മണിക്കൂറിനുള്ളിൽ നീ അവന്റെ കൂടെ ഡേറ്റിങ്ങിന് പോയ അന്ന് ആഫ്റ്റർ ഓൾ ഒരു കാർ ഡ്രൈവർ എന്റെ മോനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. സത്യമാണോ ഇത്? പറ. അന്ന് അവിടെ എന്തെങ്കിലും സംഭവിച്ചൊന്ന് നിന്നോട് പല തവണ ചോദിച്ചതാ ഞാൻ. നീ എന്നോടൊരു അക്ഷരം മിണ്ടിയില്ല. അവനും എന്നോട് സത്യം പറഞ്ഞില്ല. അതിന് കാരണം നീയാ. നീ വന്നവന്റെ മനസ്സ് മാറ്റിയത് കൊണ്ട് മാത്രം. അതിനർത്ഥം അവന്റെ സ്വഭാവം മാറി തുടങ്ങിയിരിക്കുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആന്റി, അന്ന് സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന്? ഒന്നും വേണ്ട. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ വീടിനും അവിടുത്തെ അംഗങ്ങൾക്കും ഇടയിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് കടക്കുന്ന ഏതൊരു വ്യക്തിയും ആ സിസ്റ്റത്തെ സ്വന്തം ഇഷ്ടത്തോട് ചേർത്ത് കൊള്ളണം. അല്ലാതെ അത് ബ്രേക്ക് ചെയ്യരുത്. പക്ഷെ നീ ശ്രമിച്ചത് അത് ബ്രേക്ക് ചെയ്യാനായിരുന്നു മേഘനെ. എനിക്കും എന്റെ മകനും നീ ഒരിക്കലും സെറ്റാവില്ല. അതുകൊണ്ട് തന്നെ ഈ എൻഗേജ്മെന്റ് ഞാൻ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യണം. ഈശ്വരാ, എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ പറയരുത്. എവിടെയോ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഈ ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ തീയിൽ തൊട്ടാൽ കൈ പൊള്ളുമെന്ന് അറിഞ്ഞുകൊണ്ട് അതെടുത്ത് നടുമുറ്റത്ത് വെക്കുന്ന ശീലം എനിക്കില്ല. വെള്ളം ഒഴിച്ച് ഞാനത് അണയ്ക്കാൻ നോക്കും. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും ഞാൻ പോവില്ല. ഇതിനു മുൻപ് നിങ്ങളുടെ മകൾക്കോ ആ ഡ്രൈവർക്കോ തമ്മിൽ എന്ത് ബന്ധമുണ്ടായിരുന്നെന്നോ അവൻ എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്റെ മകനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നോ എനിക്കറിയില്ല. അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. പഴയതൊക്കെ കുഴിച്ചെടുക്കുന്ന സംസ്കാര ശൂന്യതയും ഞങ്ങൾ കാണിക്കില്ല. പക്ഷെ ഇതിനുശേഷം എന്റെ മകന് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അതവന്റെ ജീവന് പോലും അപകടമാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ആ അപകടം അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്താൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് നേരിട്ട് അറിയിച്ചേക്കാമെന്ന് കരുതി.